ഹലോ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് നല്ല തേങ്ങാച്ചോറും നമ്മളിവിടെ ഉണക്കച്ചോറ് എന്ന് പറയും. അതും നല്ല നാടൻ ചിക്കൻ കറിയും. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം റെഡിയാക്കി വെക്കാം. നേരെ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം കടുക് വറുത്ത് അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതൊക്കെ എടുത്തിട്ട് ഇടുക. പിന്നീട് നമ്മുടെ ഉള്ളി കൂടി ഇടുക, പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് ഈ സാധനം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നാടൻ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്, ബ്രോയിലർ ചിക്കനൊന്നുമല്ല. അപ്പം ജസ്റ്റ് ഇതൊക്കെ ചൂടാകുമ്പോഴേക്ക് നമുക്ക് തക്കാളി കൂടി ചേർക്കാവുന്നതാണ്. തക്കാളിയും കൂടി ചേർത്ത് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വയലേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി കഴുകി വെച്ച് നല്ല നാടൻ ചിക്കൻ വളരെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഇനി കൊത്തി അരിഞ്ഞിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ചിക്കനിൽ ഓൾറെഡി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ പൊടികളൊന്നും ഇട്ടിട്ടില്ല അല്ലേ. അപ്പോൾ ഈ പൊടികൾ നമ്മൾ ചൂടാക്കിയിട്ട്, അതായത് മുളക് പൊടിയും അതുപോലെ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കിയിട്ട് നമ്മൾ മിക്സി ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പേസ്റ്റ് പോലുള്ള സാധനമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ മല്ലിയും മുളകൊക്കെ വറുത്ത് പൊടിച്ച് അമ്മിയിലേക്ക് അരച്ചിട്ടല്ലേ ചേർക്കുന്നത്. നമ്മളിതിന് പകരം നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം ആ ഒരു പഴയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം വെള്ളം ഒഴിക്കണം. നമ്മൾ വാങ്ങിക്കുന്ന സാധാരണ ചിക്കനെ പോലെയല്ല, നല്ല വേവുള്ള ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്കൻ മുങ്ങുന്നതിന് കുറച്ചുകൂടി അധികം വെള്ളം ഒഴിക്കണം. പിന്നെ നമ്മുടെ നാടൻ ചിക്കൻ കറിയിൽ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് വരിക കുരുമുളക് തന്നെയാണ്. നന്നായിട്ട് കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പം ഈ കുരുമുളകും ഒക്കെ കൂടിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു ചിക്കൻ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ വെന്തിരിക്കണം. നമ്മൾ കുക്കറിലൊന്നുമല്ല നമ്മൾ പാകം ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ വലിയ ഇരുമ്പ് ചട്ടിയിലൊക്കെയാണ് ഈ ചിക്കൻ വല്ല വിശേഷ ദിവസങ്ങൾക്ക് പാകം ചെയ്യുന്നത്. അപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിയിലേക്ക് തേങ്ങ നന്നായിട്ട് വറുത്തരച്ചെടുക്കുന്നുണ്ട്. വറുത്തരച്ച് ചിക്കൻ കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പം തേങ്ങ ആദ്യം എണ്ണയില്ലാതെ നമ്മൾ കുറേ സമയം വറുക്കും. പിന്നീടാണ് അതിലേക്ക് കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കും. അതിൽ കൂടാതെ ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർക്കും. പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കണം. നമ്മളിപ്പം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ, അതുകൊണ്ടാണ് എണ്ണ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്തത്. നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ നോക്കണം. പിന്നെ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചിക്കൻ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം കുറയുണ്ടോയെന്നും ഒക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കി നോക്കിയ ശേഷം ഏകദേശം വേവൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ഓൾറെഡി വറുത്തരച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ആ തേങ്ങ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നമ്മുടെ ഏകദേശം ചിക്കൻ കറി റെഡിയായെന്ന് പറയാം. ഈ സമയത്ത് വല്ല ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. ഒരു കാര്യം കൂടി പറയാൻ മറന്നേ, നേരത്തെ നമ്മൾ തേങ്ങ വറുത്തല്ലോ, അതൊരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ആവശ്യമാണെങ്കിൽ നല്ല ചൂടുവെള്ളം ചേർക്കുക, പച്ചവെള്ളം ചേർക്കാതിരിക്കാണ്ട് ശ്രദ്ധിക്കുക. തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ചൂടാറിയ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ആ വെള്ളം കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നല്ല നാടൻ കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇതിൽ മല്ലിയിലൊന്നും ഇടാറില്ല, നാടൻ കറി ആയതുകൊണ്ട് മല്ലിയില ഒഴിവാക്കിയിട്ട് കറിവേപ്പില മാത്രമാണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിന് ഉണക്കലരിയാണ് ഉപയോഗിക്കൽ. നമ്മൾ പച്ചരി, തരക്കരി എന്നൊക്കെ പറയും. അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്.
അപ്പോൾ ആ അരി എടുത്തിട്ട് നന്നായിട്ട് ചേരി അതിലത്തെ നെല്ലും മറ്റ് കല്ലും കാര്യങ്ങളൊക്കെ പിറക്കി നല്ല വൃത്തി കഴുകി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വെള്ളം ജസ്റ്റ് ചൂടാകുമ്പോഴാണ് നമ്മൾ ചോറ് വെക്കാറില്ലേ, അതുപോലെ ജസ്റ്റ് ചൂടാകുമ്പോഴേക്കാണ് ഈ അരി നന്നായി കഴുകിയത് ഇതിലേക്ക് ഇടുക. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പ് കൂടി ചേർത്ത് അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അത്യാവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറിൻ്റെ തേങ്ങ തന്നെയാണ്. നമ്മൾ ഉണങ്ങച്ചോറെന്നൊക്കെ പറയും. അപ്പോൾ നന്നായിട്ട് തേങ്ങ ചിരകിയിട്ട് അതും പച്ച തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ടേസ്റ്റ് നന്നായിട്ട് കൂടും. ഈ തേങ്ങ കുറച്ചൊരു പകുതി വരുന്ന ഒരു പരുവത്തിലാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അരിയിലേക്ക് ഉണങ്ങലരിയിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങയും നന്നായിട്ട് വെന്ത് ഇതിന് കൂടെ പിടിക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പൂട്ടി വെക്കാം. കുക്കർ വിസിൽ വരുന്ന വിധത്തിലൊന്നും പൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏത് പാത്രത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് വേവും ഈ അരി. പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ടാവും വെള്ളം കുറയുന്നതനുസരിച്ചിട്ടൊക്കെ. അപ്പം വെള്ളം കൃത്യമായിട്ട് നോക്കണം. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അടിക്കൊന്നും പിടിക്കാതെ കുറച്ച് നേരം ഇളക്കിയൊക്കെ കൊടുക്കുകയൊക്കെ വേണം. നല്ലൊരളവിൽ തേങ്ങ ഈ ചോറിലേക്ക്, ഈ ഉണങ്ങലരി ചോറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് കുഴച്ച് സെറ്റാക്കുക. ഇതിലേക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം കൂടി ചേർക്കുക. നമ്മളത് വേവ് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചാൽ മതി. നന്നായി തിളച്ച ശേഷം മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു ചിക്കൻ കറിക്ക് ഒരു ടേലൻറ്റും കൂടി ഉണ്ട്. ഈ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ കറിയോ ആക്കിയാൽ തന്നെ നമ്മളെ മലബാറിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഈ ഉണങ്ങലിനെ കൊണ്ടുള്ള ദോശയായിരിക്കും. അതൊരു അടിപൊളി അടാറ് കോമ്പിനേഷനാണ് ദോശയും ചിക്കൻ കറിയും. ആഹാ, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഉണങ്ങലരി ചോറില്ലേ, അഥവാ തേങ്ങാച്ചോറിന് ഉപയോഗിച്ച അതേ അരി കൊണ്ടാണ് ഈ ദോശ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാണ്.